അപ്സരയും ഋഷിയും കൂടി കൺഫെഷൻ റൂം ഒരു മാർക്കറ്റ് ആക്കുന്ന കാഴ്ചയാണ് ലൈവില് കുറച്ചതിന് മുമ്പ് ഞാൻ കണ്ടത്. അപ്സരയെ സോപ്പിട്ട് നിൽക്കുന്നവരാണ് അപ്സരയ്ക്ക് മികച്ച ഗെയിമേഴ്സ്, അല്ലാത്തവർ നല്ല രീതിയിൽ കളിച്ചാൽ പോലും അപ്സരയ്ക്ക് അവർ മോശം ഗെയിമേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഋഷി ഒരു പോയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉടനെ അപ്സര ഋഷി ഇപ്പൊ പറഞ്ഞ ഋഷിയുടെ സ്വഭാവമാണ്, സോപ്പിട്ട് നിൽക്കുന്നവരാണ് ഋഷിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞ് അപ്സരയും പറയുന്നുണ്ട്. അവിടുന്ന് തുടങ്ങിയതാണ് രണ്ടുപേരുടെ അംഗം. ഒന്ന് പറഞ്ഞ് വലിയൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ആവുന്നുണ്ട്. നമുക്കറിയാലോ, രണ്ടുപേരും എതിരാളികളാണ്, ശത്രുക്കളാണ്, ഐഡിയോളജിക്കലി ഒത്തുപോകാത്തവരാണ്. രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുത്തതുമില്ല കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. അങ്ങനെ രണ്ടുപേരും നോമിനേഷനിൽ വരുന്നുണ്ട്. നല്ല രീതിയിൽ കളിച്ചോട്ടെ രണ്ടുപേരും, ഒരു മടിയും കൂടാതെ കോമ്പറ്റ് ചെയ്ത് തന്നെ നിന്ന് രണ്ടുപേരും. അപ്സര അൻസിബയുടെ പേരൊക്കെ എടുത്തിരുന്ന സമയത്ത് ഋഷി കട്ട്റോട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അൻസിബ ആയിരുന്നു എന്റെ കൂടെയെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് വിട്ടുകൊടുത്തേനെന്നുള്ളൊരു കാര്യം. അങ്ങനെ അവരുടെ ആർഗ്യുമെന്റിൽ രണ്ട് പേര് നോമിനേഷനിൽ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശ്രീതുവും സിജുവും വരുന്നുണ്ട് കൺഫെഷൻ റൂമില്. ശ്രീതുവിടെ ക്യൂട്ട്നെസ് മാത്രം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. ഗെയിം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ശ്രീതുവിന്റെ. പവർ ടീമും ക്യാപ്റ്റനും ഒന്നും ആവാതെ തന്നെ ഏറ്റവും അധികം സേഫ് ആയിട്ട് നിന്നിട്ടുള്ളത് ശ്രീതു ആണെന്നൊക്കെ പറഞ്ഞ് സിജോ നല്ല പോയിന്റുകൾ അടിക്കുന്നുണ്ട്. പക്ഷെ ശ്രീതു തിരിച്ചു മിണ്ടാതൊന്നും ഇരുന്നില്ല കേട്ടോ. ശ്രീതു നല്ല രീതിയിൽ തന്നെ തിരിച്ചു പറഞ്ഞു സിജോ പറയുന്നതിന് ഉരുളക്കുപ്പേരിയായിരുന്നു. സിജോയെ ഉരുട്ട് സിജോ എന്നാണല്ലോ ശ്രീതു വിളിക്കുന്നത്. അപ്പൊ ഉരുട്ടി ശരിക്കും സിജോനെ എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ സിജോ ഇവിടെ ഒന്നും കളിച്ചതായിട്ട് ഞാനും കണ്ടിട്ടില്ലല്ലോ. ഡയലോഗ് മാത്രം അടിക്കുന്നുണ്ട് ഫസ്റ്റ് വീക്ക് മുതല്. ഡയലോഗ് അടി മാത്രം കൊണ്ട് ആണ് സിജോ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു പറയുന്നുണ്ട് ഒരു സൈഡില്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകാൻ പറ്റാതെ രണ്ടുപേരും നോമിനേഷനിൽ വരുന്നുണ്ട്. അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് 10 പേരാണ്. ജിൻഡോ, അർജുൻ, ശ്രീതു, സിജോ, ഋഷി, അപ്സര, അൻസിബ, അഭിഷേക്, ജാസ്മിൻ, റസ്മിൻ. സായിയും നന്ദനയും ലാസ്റ്റ് കൺഫെഷൻ റൂമിൽ പോയി സംസാരിച്ച് ലൈവില് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. അവരിൽ ആരാണ് വന്നത് എന്നതിൽ വ്യക്തമില്ല. സായിയുടെ ഡയമണ്ട് ഉണ്ട്, പിന്നെ നന്ദന ക്യാപ്റ്റനുമാണ്. അവരിൽ ആരാണ് വന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നോറ സേവ് ആയിട്ടുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന്. അൻസിബയുടെ കൂടെ പോയത് കൊണ്ട് മാത്രമാണ് നോറ സേവ് ആയത്. അത് നോറയ്ക്ക് ലോട്ടറി അടിച്ചതാണ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. 10 പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട്